ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് പോകാൻ വേണ്ടി നിന്നാണ് കേട്ടോ. ഇവിടുന്ന് എൻ്റെ വിസ തീരുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് എന്താ പറയുക എക്സിറ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് വിസ ഉണ്ടായിരുന്നത് 3 days ട്രാൻസിറ്റ് വിസയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവരായിട്ടൊക്കെ കമ്പനിയായിട്ട് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഒന്ന് പോകണ്ട, ഇവിടെ കുറേ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്നാൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൊടുത്ത് അപ്പോൾ നാളേക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞ്. സോ അത് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു സ്ഥലത്ത് കാണാൻ വന്നേക്കാണ് കേട്ടോ. ഇത് നമ്മളുടെ മാംഗ്രൂവ്സ് ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ പിള്ളേരാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. ശരിക്കും കേരളത്തിൻ്റെ പല സ്ഥലങ്ങൾ പോലെയാണ് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളും എനിക്ക് തോന്നാറ്. ഇതേപോലത്തെ സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട്. ഇവിടെ ആഴമുണ്ടോ? അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊക്കെ ആഴുണ്ടാവൂലേ? ഇപ്പം ഇവിടെ എല്ലാം നിലം കാണുന്നുണ്ട്. മീനുണ്ടോ അതില്? ദേ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക്. ദേ മീനുണ്ട്. ദേ വല്ലല്ല ഇതൊഴി പോയി. ദേ കുറേ മീനുണ്ട് കേട്ടോ. നോക്ക്, ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല, നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ നടന്നല്ല മൂന്ന്. ഇത്ര ആഴുള്ളെങ്കിൽ നീന്താൻ എനിക്കിഷ്ടമാണ്. ആഴില്ലല്ലോ, പേടിക്കണ്ടല്ലോ. അവിടെ വലിയ ആൾക്കാരുണ്ട്, ചെറിയ ആൾക്കാർ മാത്രമല്ല. ഹലോ, യു ഗോട്ട് ഫിഷ്? കെൻ ഐ സീ? ഓക്കെ ടേക്ക് കെയർ. ഓക്കെ. ഓ, യു ഗോട്ട് മെനി? വാവ്. ദേ ഇത്രയും മീൻ അവർക്ക് കിട്ടിയിട്ടാ. പിള്ളേർ ചുമ്മാ സീനാ. ഇത്രയെല്ലാം കിട്ടി. അവിടെ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഹായ്, ഹൗ ആർ യു? Yeah, you also got fish? Yeah, I got some. Where? The plastic bag. Okay. Yeah, അതിൻ്റെ ഉള്ളിലുണ്ട് തോന്നല്ലേ. ഓക്കെ, പിള്ളേർക്കാണ് കൂടുതൽ കിട്ടിയിട്ട്, പുള്ളിക്ക് കുറച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല പീസ്ഫുൾ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കുക. ഒരു ചങ്ങായി അങ്ങ് ദൂരെല്ലാം പോയിട്ടാ മീൻ പിടിക്കുന്നത്. ഇവിടെ വെള്ളം ഇവിടെ എന്തോ ഒഴുക്കുണ്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒഴുകുന്നതാന്ന് തോന്നല്ലേ. കൊള്ളാം. എന്താ വെച്ചാ അവര് പിടിക്കുന്നത്? എന്ത് ഫുഡ് അത്? വാട്ട് ഈസ് ദിസ്? ബ്രെഡ്. ഓക്കെ, ബ്രെഡാണ് കേട്ടോ അവര് ഇരയായിട്ട് ഇടുന്നത്. എന്തൊരു താക്കോലൊക്കെ അതിൽ കാണുന്നത്. കൊളുത്തോ? കൊള്ളാലോ. എന്തായാലും മീനുണ്ട് കേട്ടോ, അല്ലേ കിട്ടൂലേ? ഇത്രയും കിട്ടൂലല്ലോ. ഫ്രഷായിട്ട് മീൻ പിടിക്കുന്നു. ഇത് അവര് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഇതെന്താ? ഇതിന്റെ കൂടെ ഉള്ളതല്ലേ ഞാൻ വിചാരിച്ച്. ജസ്റ്റ് ഒരു ഇതല്ലേ, സിമ്പിൾ ഇത്. എന്നാ ഇനി അപ്പുറത്തെ ഒരാളും കൂടെ ഉണ്ട്. അവിടെ എന്താ അവസ്ഥ നോക്കിയോട്ടെ. ഹായ്, യു ഗോട്ട് ഫിഷ്? ഓ, യു ഗോട്ട് ക്രാബ് ഓർ വാട്ട്? You got crab? Yeah, I use crab. അവന് മീൻ കിട്ടുന്നുണ്ട്. Crab is for me. To catch the fish. Yeah. ഓക്കെ, അത് ഇരയാണ് കേട്ടോ പിടിക്കാനുള്ള. ഓ, ഇവിടെ ആഴുണ്ട് കേട്ടോ കണ്ടിട്ട്. അല്ല, ഇവിടെ ആഴില്ലേ കണ്ടിട്ട്? കണ്ടോ, അങ്ങോട്ടങ്ങ് ഡീപ്പായിട്ട് തോന്നുന്നുണ്ട്. മീൻ കാണുന്നുണ്ട്. ഇതേ സൈഡിലൊക്കെ ചെറുത്, ഇതേ വലുതും ഒക്കെ ഉണ്ട്. കണ്ടോ, അവിടെ വലുതല്ലേ ഉണ്ടോ? അയ്യോ, അതാ ഇവിടെ കുറച്ചുകൂടെ മീനുള്ളതെന്ന് തോന്നണം. എന്താ, ഞണ്ടിനെല്ലാം പിടിച്ചിട്ട് ഞണ്ടിനെ വെച്ചിട്ടാണ് അവൻ പിടിക്കാൻ പോകുന്നത്. കണ്ടോ? ഓ, ഇത് ജസ്റ്റ് ഒരു ഇതാണ് കേട്ടോ. നമ്മളെ പോലെ മറ്റേ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ എറിയുന്നതൊന്നുമല്ല, ഡയറക്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇടുന്നു. അവർക്ക് അറിയാം. പോയോ? അതെയാ? എന്നാലും ഇവർക്ക് നല്ല അറിയാം കേട്ടാ, അല്ലെങ്കിൽ അവൻ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യൂല. സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ മീനാ, കുറേ മീനുണ്ട് കേട്ടാ. ഇവിടുന്ന് ശരിക്കും പോലെ കാണാം. അവിടെ ഉണ്ടായിരുന്ന ആള് ഇതാ പിടിച്ചിട്ട് വരുന്നത്. എത്ര കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ കേട്ടാ. ഓ, എനിക്കാണെങ്കിൽ മീൻ പിടിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മീൻ കിട്ടണം, അപ്പോഴേ ത്രില്ലുള്ളൂ. ഇവർക്കൊക്കെ കറക്റ്റ് അതിൻ്റെ ഐഡിയ ഉണ്ട് കേട്ടാ, അതാണ് അവർക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഹലോ, ഹൗ ആർ യു? You got only small. എന്താ അവർ കൊല്ലാത്ത? മീൻസ് വെള്ളാക്കാത്ത എന്താ? ചെറിയ മീനല്ലേ?
പക്ഷെ ആ പിള്ളേർക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുതാ കിട്ടിയിട്ടുള്ളത്. കൊള്ളാം. ഓക്കെ, ഇവിടെ നോക്ക് ഒരു അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ക്രാഫ്റ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവരുടെ കുറേ സാധനങ്ങളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും മേടിക്കാൻ തോന്നും. എന്നിട്ട് വീട്ടിലൊക്കെ കൊണ്ടുവെക്കാൻ തോന്നും. ഭയങ്കര രസമാണ് കാണാൻ. കണ്ട, അടിപൊളിയല്ലേ? കുറേ ടൈപ്പ് മാല, വള, എന്ത് രസമാണ് എല്ലാം കാണാമെന്നറിയോ. ഇതിവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, വേണ്ട, ഇതെന്താ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ഒരു സാധനം. മരം വെച്ചിട്ട് അവരിങ്ങനെ ഉരച്ച് അതിൻ്റെ പൊടിയെല്ലാം കയ്യിലാവുന്നുണ്ട്. അങ്ങനെ അവരുണ്ടാക്കുന്നത്. ഇവിടെ നോക്കി, പഴയ നമ്മളെ നാട്ടിലൊക്കെ പോലെ റേഡിയോ എല്ലാം വെച്ചിട്ട് ഏതാ മൂട് നോക്കി, റേഡിയോ എല്ലാം ആയിട്ട് കേട്ടിട്ട് അടിപൊളി. വേണ്ട, ഇതെല്ലാം നമുക്ക് കറി ബൗളെല്ലാം ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്ക്, എന്ത് രസമെല്ലാം. കുറേ വെറൈറ്റി സുവനീർ അതെല്ലാം ഇവിടെ കാണുന്നത്. പിന്നെ കളർഫുൾ സാധനങ്ങൾ അവിടെ മൊത്തം. വേറെ കുറേ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. യാ, ഐ ആം ലുക്കിംഗ്. യാ, ഐ ആം ഗുഡ്. നൈസ്. ഞാൻ കയ്യിലോ കയ്യിലിടാൻ ഒരു സാധനം മേടിക്കാം അല്ലേ? നോക്കി വെക്കാം. ഇതേ കയ്യിലിടുന്ന ഈ ഒരു സാധനം മേടിച്ചു കേട്ടാ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഏതൊരു സ്ഥലത്തിൻ്റെ പേര്? ബക്കാവോ? ഓക്കെ, അങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഹാർബറാണ്. അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. അതെന്താ അവിടെ ഒരു കല്ലാറ്റം വരെ? ഓക്കെ, അങ്ങനെ പൊട്ടിപ്പോയി. പക്ഷെ അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടല്ലോ, പോയിട്ട് അറ്റത്ത് പോയിട്ടല്ലേ? ഇപ്പോഴും ഉണ്ട് ഇവിടെ. എന്തോ ലോക്കൽ ഫുഡെല്ലാം എന്തൊക്കെ അവർ കുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ മെയിനാണ് ഇങ്ങനത്തെ ഓരോ സ്ട്രീറ്റ് ഫുഡ്സ് ഇല്ലേ. ഫിഷ് ഉണ്ടാവും, കുറേ സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ട, മുന്നേ കടൽപ്പാലായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ കിടക്കും. പൊട്ടിയൊന്നും വീഴൂലായിരിക്കും അല്ലേ. അവിടെ അറ്റത്തൊക്കെ പോയിട്ട് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടാ. ആ അറ്റം വരെ പോവേ. കണ്ട, ഇവിടേക്കൊന്നും വെള്ളമില്ല, ജസ്റ്റ് നോർമൽ ഇതായിട്ട് കിടക്കുന്നത്. നല്ല അടിപൊളി ബീച്ച്. എവിടെ നോക്കിയാൽ ഈ കോസ്റ്റൽ ഏരിയയിലൂടെ ഞാൻ പോകുന്നത്. അതുകൊണ്ട് മൊത്തം ബീച്ചസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇനി എനിക്ക് എല്ലാ രാജ്യത്തും ഫിഷ് കഴിക്കാം അല്ലേ. ഞാൻ ഇനി പോകുന്ന എല്ലാ രാജ്യത്തും ഫിഷ് ഉണ്ടാവും. കാരണം എല്ലാം കോസ്റ്റൽ ടച്ച് ചെയ്തല്ലേ പോകുന്നത്. ആകെ ബുർക്കിന ഫസോ, മാലി ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. ബുർക്കിന ഫസോൻ്റെ ഒന്നും വിസയൊന്നും ഓൾറെഡി ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല. ബാക്കിയെല്ലാം കോസ്റ്റൽ വഴി തന്നെ പോകുന്നത്. നീ വെസ്റ്റ് ആഫ്രിക്ക ഭയങ്കര സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്ര സേഫ്റ്റി ഒരു ഇതും തോന്നിയില്ല. സേഫായിട്ടാണ് തോന്നിയത് അല്ലേ? പിടിച്ചു പറയാതെ എന്തായാലും UK യിലും ഉണ്ട്, പാരീസിലുണ്ട്, യൂറോപ്പിലുണ്ട്, എല്ലാവിടെയും ഉണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാവിടെയും ഉള്ളതാണ്. പക്ഷെ അല്ലാണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇതുണ്ടായില്ല. ഞാൻ 2-3 ദിവസം എല്ലാം ട്രക്കിലെല്ലാം കിടന്നുറങ്ങി. എനിക്കൊന്നൊരു സേഫ്റ്റി പ്രശ്നം അങ്ങനെ ഫീൽ ചെയ്തത് പോലും ഇല്ല കേട്ടോ സോഫാർ. അത് പറഞ്ഞിട്ട് ഇനി ഉണ്ടാവില്ല എന്നൊന്നുമില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ കാക്ക നോക്ക്, കാക്കേൻ്റെ കളർ കണ്ടോ? വെള്ള കളറ്. ഞാൻ എന്താ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കാക്കേനെ. ഇവിടുത്തെ കാക്കേൻ്റെ കളറാണ് ആ കാണുന്നത്. വെള്ള കളറിൽ വെള്ളയും ഇതായിട്ടുള്ള കാക്ക. ഇന്നലെ കണ്ട കടൽക്കാക്കയൊന്നുമല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. അത് ഇവിടെ തന്നെ ഉള്ളത്. എന്താണെന്നറിയില്ല. കാക്ക എന്തൊക്കെയോ പൊട്ടിച്ച് കടിച്ച് തിന്നാൻ കൊണ്ടുവന്നു. അവിടുന്ന് നമ്മൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ അധികം പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ. ചെറിയ പച്ചക്കറീസ് ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ലേ. ഇതൊക്കെ ഇത് കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. ഇവർ മെയിനായിട്ട് മീറ്റ് തന്നെയാണ് കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഒന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസും വളരെ കുറവാണ്. നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഞാൻ മൊത്തം റെസ്റ്റ് എടുക്കുമായിരുന്നു. സോ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതാ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ മൊത്തം ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഹായ് ഹലോ എവ്രിവൺ. ഹായ്. നമ്മൾ അബു, ഇബ്രോയും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ പോകുന്നുട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊളോറോ. ഓക്കെ, ഇവിടുത്തെ വില്ലേജ് എല്ലാം കാണാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇതൊരു ചെറിയ കൺട്രിയാണ്. സോ നമുക്ക് എന്താ പറയുക, ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ അല്ലേ. സെനഗലും ഇവിടെയൊക്കെ ഒരു വളരെ സിമിലർ ആയിട്ടുള്ള വില്ലേജസ് ആണ്. എന്തായാലും പോയി നോക്കാം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. സോ നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഫുഡ് നൂറ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ അപ്പം എടുത്തിട്ടില്ല, ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച് എന്തായാലും പറയാ പത്തിരിയും ബീഫും എല്ലാം സൂപ്പർ ആയിരുന്നേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് വെയിറ്റ് കൂടി, നല്ല രീതിയിൽ വെയിറ്റ് കൂടി.
ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്കോളായിട്ട് ഞാൻ നിന്നിട്ട് കഴിക്കൽ തന്നെയായിരുന്നു പരിപാടി. ഫുഡ് അടിച്ച് നല്ല തടി വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ ഒരാൾ ഇതേപോലെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മെലിഞ്ഞു വന്ന ഫുഡ് അടിച്ച് തടി വെച്ചല്ലേ. ഇവിടെ വന്നിട്ട് സ്നേഹം കൊണ്ട് അല്ലേ, സ്നേഹവും ഫുഡും എല്ലാം കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തടി വെച്ചിട്ടാ. അത്രയും അടിപൊളി സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവിടെ നോക്ക് വലിയൊരു മരമാണ് കാണുന്നത്. എന്ത് മരമാണെന്ന് അറിയില്ല അല്ലേ, എന്തോ ഒരു ടൈപ്പ് മരം. ഇവിടെ എല്ലാ മരവും വലുതാട്ടോ. ഇവിടെ എല്ലാവർക്കും വലിയ സൈസാണ് അല്ലേ, ആൾക്കാരാണെങ്കിലും ഫുഡ് കഴിക്കുന്ന സൈസാണെങ്കിലും ഇവരെല്ലാ സൈസും വലുതാണ്. ഇവര് മരമാണെങ്കിലും മരത്തിനാണെങ്കിലും എന്ത് വലിയ മരാ നോക്ക്. അവിടുന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഓയിസ്റ്റർ ആണത്. ഓയിസ്റ്റർ നോക്ക് എന്തോരം കൂട്ടിട്ടേക്കുന്നത്. ഇത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിന് ഇന്നലെ പോയ ആ ഒരു സ്ഥലത്തിന്റെ അതേപോലത്തെ സ്ഥലത്താണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. ഓയിസ്റ്റർ എല്ലാം അവര് തിന്നിട്ട് ഇത്ര അധികം ഓയിസ്റ്റർ ഇല്ലേ, ഇത്രയധികം കാണേ. ഇതിനകത്തുണ്ടാവൂല, അതെല്ലാം കഴിഞ്ഞതാ. ഒരു വലിയ കൂമ്പാരം കൂട്ടി വെച്ചേക്കുന്നത്. നടക്കുമ്പോഴുള്ള സൗണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ്, ഭയങ്കര ഇഷ്ടം. മൊത്തം ഈ ഇതിൻ്റെ ഷെൽസാണ് കാണുന്നത്. എന്തായാലും പറയാ, അയ്യോ ഇടയ്ക്ക് ഇതിൻ്റെ പേര് മറന്നു പോകുന്നു. ഒരു ഐലൻഡ് സൈഡിലേക്കാട്ടോ നമ്മൾ പോകുന്നത് നടന്നിട്ട്. ഇവർ കണ്ടോ ഫുൾ നാച്ചുറൽ സാധനങ്ങൾ വെച്ചായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, മരം വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്. നോക്ക് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ കർണാടകയിൽ പോയിട്ടുണ്ട് മുന്നേ. ഞാൻ സൈക്കിൾ ചെയ്ത് വന്ന സമയത്ത് അതേപോലെ ഒരു കണ്ടൽക്കാടുകളുടെ നടുവ് കൂടെ ഇങ്ങനെ വിട്ടിട്ട് സെയിം ഇതേപോലെ തന്നെ. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഓരോ സ്ഥലം കാണുന്ന സമയത്തും ഓരോ രാജ്യത്തെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. കാരണം അതിന് സിമിലർ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടാവും, അപ്പോൾ എനിക്കത് ഓർമ്മ വരും. അതാണ് കണ്ടില്ലേ, ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. നീന്തലല്ല, ഇത് പറ്റിയ എന്തെങ്കിലും പ്രശ്നം? ഇതെന്തോ വീണ പോലെ ഉണ്ട് കേട്ടോ. ആണോ? ഓക്കെ. ഇവിടെ നമുക്ക് ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണിത്. ഇവിടെ ഇതിങ്ങനെ ഒരു ആട്ടൊക്കെ ഉണ്ട്. ഹലോ. ഓക്കെ. ഓക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ പറയുന്നത്. സ്പീഡ് ബോട്ടല്ല കേട്ടോ. ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിയിട്ടാ, തൊട്ടപ്പുറമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എത്തിയണ്ടത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരിളക്കുണ്ട് കേട്ടോ, വീണ് കഴിഞ്ഞാൽ നിലത്ത് കിടക്കും, അത് വേറെ കാര്യം. ഇതൊരു സ്റ്റേക്കേഷൻ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ, അവിടെ കുറേ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കൊതുണ്ട് തോന്നുന്നു, എല്ലാം അവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ചെറിയൊരു ഐലൻഡ് അല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു സ്പേസ് കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പക്ഷെ ഇപ്പം ആരും വരില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ എവിടെ നോക്കിയാലും ആ ബാവോ അത് ആ മരമാണ് കേട്ടോ. ബാവോ വേണ്ടോ അതിൻ്റെ സാധനം അവിടെ അവരിവിടെ ഇങ്ങനെ ചാക്കിൽ കെട്ടിക്കൊണ്ട് കിടക്കും. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ഇടണേ, എനിക്കറിയില്ല. നമ്മൾ ആ വില്ലേജിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിന്ന്, പക്ഷേ വില്ലേജ് ഓൾമോസ്റ്റ് എല്ലായിടവും സെയിം ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ പരിചയക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ വില്ലേജിൽ പോകേണ്ട നമ്മൾ ഈ ഐലൻഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങി, സമയം 6:15. നമ്മളിപ്പോൾ ഒരു വില്ലേജിലെത്തിയിട്ടോ ഫൈനലി. വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് അല്ലേ, ഇവരുടെ കമ്പനിയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സമയം എന്താണെന്നറിയോ? 7:10. 7:10 തന്നെ ചെമ്മാനം പൂത്ത് എന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് അല്ലേ. അതായത് ഫുള്ള് നോക്കി അവിടുത്തെ ലൈറ്റ് കണ്ടോ, ഫുള്ള് ഇത്രയും 7:10 7:15 ഇങ്ങനെ വെളിച്ചുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മളുടെ പണ്ടത്തെ നാട്ടിൻപുറം ഇല്ലേ, അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. കിണറുണ്ട് അവിടെ, ഈ ഏരിയയിലൊക്കെ കിണറൊക്കെ ഉണ്ട് കേട്ടോ. മിക്ക സ്ഥലങ്ങളിലും കിണറൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ പോലത്തെ അതേ സിസ്റ്റമാണ് ഇവിടെ കണ്ടോ. അതേ ഈ ഇതെല്ലാം മുകളിൽ വെച്ചേക്കുന്നത്. ഓ നല്ല ആഴുള്ള കിണറാണ്. ഇതൊക്കെ അവരെന്തോ കുക്ക് ചെയ്യുന്നേ അവരിവിടെ. മെഡിസിൻ എന്തോ മെഡിസിനാന്ന് പറയുന്നത്, എന്തോ സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇത് അവര് പുറത്ത് വെച്ച് കുക്ക് ചെയ്ത് നോക്കി. നമ്മളെ പഴയ നാട്ടിൻപുറം പോലെ കറക്റ്റ്
നമുക്ക് ഒരു ബോർഡറിലായിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കൃഷി ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്നു. പിന്നെ അതാ പുറത്താണ് കിച്ചണൊക്കെ. പണ്ടെല്ലാം പല വീട്ടിലും പുറത്തൊക്കെ കിച്ചൺ ഉണ്ടാവും. കണ്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ അവർ വെക്കുന്ന കണ്ടോ 2 കല്ലിട്ടിട്ട് ചുമ്മാ അങ്ങനെ കത്തിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ കിച്ചണ്. ഇതാണ്ടോ പോട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു വെള്ളം വെച്ചേക്കുന്നത്. വെള്ളമെല്ലാം അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുന്നു. മത്തങ്ങയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ വെള്ളം കണ്ടോ കുടിക്കാനുള്ള വെള്ളം പിന്നെ വലിയ പോട്ടിലാക്കി വെച്ചേക്കുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ആ ഒരു ഫീൽ തന്നെ കേട്ടോ. അടിപൊളി ആ ഒരു വില്ലേജിന്റെ ആ ഏരിയയിൽ. തിരിച്ചു വീട്ടിൽ വന്നു, കുറേ ഫുഡെല്ലാം കഴിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടോ, തടി കൂടിയിട്ടുണ്ട്. നാട്ടിൽ നിന്നപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ഫുഡ് കഴിച്ചിട്ട് തടി കൂടി. പിന്നെ ഞാൻ യു എയിലേക്ക് പോയി. യു എയിൽ കുറച്ച് ദിവസം നിന്നപ്പോൾ തന്നെ ഒരു 8 ദിവസം നിന്നുള്ളൂ. 8 ദിവസത്തിൽ തന്നെ നല്ല ഫുഡ് അടിച്ച് തടി കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ അവിടെയും അറിയുന്ന മലയാളീസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നും കുറേ ഫുഡ് അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊറോക്കോ എത്തിയപ്പോൾ മൊറോക്കോയിലാണെങ്കിൽ ഫുഡ് അടിയായിരുന്നു. സെനഗലിൽ വന്നപ്പോഴും ഫുഡ് അടി. ഗാംബിയയിൽ വന്നപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സ്ട്രീമായിട്ട് ഇവിടുന്ന് ഫുഡ് അടി തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ തടിയും കൂടി മടിയും കൂടി എന്ന് പറയാം. അങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്, എവിടെയും പോവാണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കാൻ കുറച്ച് ഒരു 3 days തന്നെ നിൽക്കാൻ ഓർത്ത് വന്നതാണ്. പക്ഷെ ഇപ്പോൾ വിസയും കൂടെ എക്സ്റ്റെൻഡ് ആക്കിയതുകൊണ്ട് എന്താ പറയുക കുറേ ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത രാജ്യത്തേക്കൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.